സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. നാം ഈ മാസം പഠിക്കുന്നത് ആരാധന എന്ന വാക്കാണ്. പലർക്കും ആരാധന എന്ന വാക്ക് വായിക്കുമ്പോഴേ ആദ്യം മനസ്സിൽ വരുന്ന സംഗീതവും ആലാപനമാണ്. എന്നാൽ ദൈവാരാധനയിൽ അതിനേക്കാൾ വളരെയധികം കാര്യങ്ങൾ ഉൾപ്പെടുന്നു. ഈ മാസം വിശ്വാസ ജീവിതത്തിൽ ആരാധന എങ്ങനെയായിരിക്കുമെന്ന് നാം പഠിക്കുന്നു. അധേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാരെന്ന് ഞാൻ കാണുന്നു. പ്രവൃത്തി 17:22 വാക്യം. അഗോറസ് നശിച്ചപ്പോൾ പൗലോസ് പറയുന്നു, അധേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തൻ എന്ന് ഞാൻ കാണുന്നു. പ്രവൃത്തി 17:22 വാക്യം. എല്ലാവരും സൃഷ്ടാവായ ഏക സത്യദൈവത്തെക്കുറിച്ച് അപ്പോസ്തലൻ വിവരിച്ചു. മനുഷ്യൻ തന്നെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവനും യേശുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ തന്നെ വെളിപ്പെടുത്തിയവനുമായ ദൈവമാണവൻ. ദൈവം മാനുഷിക കൈകളാൽ നിർമ്മിക്കപ്പെട്ടവനല്ല. പണം, നേട്ടം, ബുദ്ധി എന്നിവയെപ്പോലെയല്ല. അവനെ ആരാധിക്കുന്ന നമ്മെ നശിപ്പിക്കുകയില്ല. നമുക്ക് ലക്ഷ്യവും സുരക്ഷിതത്വവും നൽകാൻ നാം ആശ്രയിക്കുന്ന എന്തും നമ്മുടെ ദൈവമാണ്. ഭാഗ്യവശാൽ എല്ലാ ഭൗമിക ദൈവങ്ങളും നമ്മെ പരാജയപ്പെടുത്തുമ്പോൾ ഏകസത്യ ദൈവം നമുക്ക് കണ്ടെത്തുവാൻ കഴിയും വിധം അടുത്തിരിക്കുന്നവനാണ്. ഇന്ന് സമൂഹം ആരാധിക്കുന്ന മറ്റ് ഏത് ദൈവങ്ങളെയാണ് നിങ്ങൾ കാണുന്നത്? അല്ലെങ്കിൽ ദൈവത്വത്തെയാണ് നിങ്ങൾ കാണുന്നത്? നിങ്ങൾക്ക് ലക്ഷ്യവും സുരക്ഷിതത്വവും നൽകുവാൻ നിങ്ങൾ എന്തിനാണ് ആശ്രയിക്കുന്നത്? പ്രാർത്ഥിക്കാം. പിതാവേ, സമ്പത്ത്, സൗന്ദര്യം, രാഷ്ട്രീയം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പ്രഥമ സ്ഥാനം നൽകിയതിന് എന്നോട് ക്ഷമിക്കണമേ. ഞാൻ അവയെ എൻ്റെ ഹൃദയത്തിൻ്റെ ബലിപീഠത്തിൽ നിന്ന് മാറ്റി പകരം അങ്ങേ അവിടെ വയ്ക്കുന്നു. താങ്ക് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം, പുതിയ അനുഭവങ്ങൾ.